ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള 6th ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനറൽ ന്യൂട്രീഷൻ്റെ 3rd പാർട്ടാണ്. അപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള 2 ടോപ്പിക്സ്, ദാറ്റ് ഈസ് സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് നോഡ്യൂൾ ഫോർമേഷൻ. അപ്പം ഈ 2 ടോപ്പിക്സും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിന് തൊട്ട് മുൻപായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? ലിവിങ് ഓർഗാനിസംസിന്റെ ഹെൽപ്പോട് കൂടി അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ബൈ ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇങ്ങനെ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസംസിനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്നാണ് പറയുന്നത്. ഈ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ബാക്ടീരിയകളാണ്. ഈ നൈട്രജൻ ഫിക്സേഴ്സ് അവർ എവിടെയാണ് കാണപ്പെടുന്നത് എന്നതിൻ്റെ ബേസിൽ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഫ്രീ ലിവിങ് ഓർ നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ആൻഡ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. ഈ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സിനെ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ എല്ലായിടത്തും കാണാൻ പറ്റും. അതായത് എയർ, വാട്ടർ, സോയിൽ. ഈ ഓർഗാനിസംസിന് ഓക്സിജൻ ആവശ്യമാണോ അല്ലയോ എന്നതിൻ്റെ ബേസിൽ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സ് ആൻഡ് അനൈറോബിക് നൈട്രജൻ ഫിക്സേഴ്സ്. അപ്പം ഈ എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സിൻ്റെയും അനൈറോബിക് നൈട്രജൻ ഫിക്സേഴ്സിൻ്റെയും ഒക്കെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ബിക്കോസ് എക്സാമിന് ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്സിജന്റെ പ്രസൻസിൽ ജീവിക്കുന്നവരായിരിക്കും. അനൈറോബിക് നൈട്രജൻ ഫിക്സേഴ്സിന് ജീവിക്കുന്നതിന് വേണ്ടി ഓക്സിജൻ ആവശ്യമില്ല. ദാറ്റ് ഈസ് അവർ ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കുന്നവരാണ്. എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സിന് എക്സാമ്പിളാണ് അസറ്റോബാക്ടർ, ബേജാനിക്യ, സൈനോബാക്ടീരിയ എക്സെട്ര. സൈനോബാക്ടീരിയയ്ക്ക് 2 എക്സാമ്പിൾ പഠിക്കാനുണ്ട്, അനബീന ആൻഡ് നോസ്റ്റോക്ക്. ഇതുകൂടാതെ അടുത്ത കാറ്റഗറിയാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയം എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നവരായിരിക്കും. സോ ഈ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പം നമുക്ക് ഈ ടോപ്പിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പം നമ്മളിവിടെ ഒരുപാട് നൈട്രജൻ ഫിക്സേഴ്സിനെ കണ്ടു. ഇവർക്കൊക്കെ ഇങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് ഇവരിൽ കാണപ്പെടുന്ന ഒരു എൻസൈം കാരണമാണ്. ആ എൻസൈമിന്റെ പേരാണ് നൈട്രോജിനേസ്. ഇത് ഡിഫറെന്റ് ബാക്ടീരിയകളിൽ കാണാൻ പറ്റും. ഈ നൈട്രോജിനേസ് എൻസൈമിന് നൈട്രജനെ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ ഈ എൻസൈം എക്സ്ക്ലൂസീവ്ലി പ്രോകാരിയോട്സിൽ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ബാക്ടീരിയത്തിൽ മാത്രമായിരിക്കും ഈ നൈട്രോജിനേസ് എൻസൈമിനെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ നൈട്രോജിനസ് എൻസൈം എന്താ ചെയ്യുന്നത്? N2 മോളിക്യൂൾസിനെ, അതായത് N ട്രിപ്പിൾ ബോണ്ട് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്ത് NH3 ആക്കി മാറ്റുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജിനേസ്. ഇത് ഡിഫറെന്റ് പ്രോകാരിയോട്ടിക് ബാക്ടീരിയകളിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് എങ്ങനെയാണ് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ദാറ്റ് ഈസ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ. അപ്പം ഈ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് സിംബയോസിസ് എന്താണെന്നുള്ള കാര്യം ആദ്യം അറിയണം. അപ്പം സിംബയോസിസ് എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുൻപായിട്ട് പഠിച്ചിട്ടുള്ള പല ചാപ്റ്റേഴ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? എ മ്യൂച്വലി ബെനഫിഷ്യൽ അസോസിയേഷൻ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. 2 ഡിഫറെൻറ്റ് ഓർഗാനിസംസ് തമ്മിലുള്ള അസോസിയേഷനാണ് സിംബയോസിസ്. ഇവിടെ ഈ 2 ഓർഗാനിസംസിനും ബെനഫിറ്റ്സ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ മൈക്കോറൈസ. ഇവിടെ മൈക്കോ മീനിങ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇവർ തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് മൈക്കോറൈസ. മറ്റൊരു സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൻ. ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫഞ്ചൈ ആൻഡ് ആൽഗയാണ്. അപ്പം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനിൽ ഡിഫറെന്റ് ബാക്ടീരിയാസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് രീതിയിൽ ബാക്ടീരിയ ഡിഫറെന്റ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന അസോസിയേഷൻ എന്ന് പറയുന്നത് നൊഡ്യൂൾ ഫോർമേഷനിലൂടെയാണ്. അപ്പം നൊഡ്യൂൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ലെഗ്യുമിനസ് പ്ലാന്റ്സ്, അതായത് പയറുവർഗ്ഗത്തിൽ
വർഗത്തിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെറിയ ചെറിയ ഔട്ട് ഗ്രോത്ത്സ് കാണാൻ പറ്റും. ഈ ഔട്ട് ഗ്രോത്തിനെയാണ് നൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിരിക്കും നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകളെ കാണാൻ പറ്റുന്നത്. സോ നൊഡ്യൂൾസ് ആർ സ്മോൾ ഔട്ട് ഗ്രോത്ത്സ് ഓൺ റൂട്ട്സ്. റൂട്ട്സിൽ കാണുന്ന ചെറിയ ചെറിയ ഔട്ട് ഗ്രോത്തുകളെയാണ് ഈ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയാസ് ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യും. അപ്പം ഏത് പ്ലാന്റ്സിലാണ് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ ബാക്ടീരിയകളെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ് ആൻഡ് നോൺ ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ്. അപ്പം ഈ പേരിൽ നിന്ന് തന്നെ കാര്യം നമുക്ക് മനസ്സിലാകും. ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെഗ്യൂം പ്ലാന്റ്സിൻ്റെ, അതായത് പയറുവർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടുമായി ബാക്ടീരിയ അസോസിയേറ്റ് ചെയ്യുന്നതിനെയാണ് ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആൽഫ, സ്വീറ്റ് ക്ലോവർ, സ്വീറ്റ് പീ, ലെൻറ്റിൽസ്, ഗാർഡൻ പീ, ബ്രോഡ് ബീൻ, ക്ലോവർ ബീൻ എക്സെട്ര. ഇങ്ങനെ ഡിഫറെൻറ്റ് ലെഗ്യൂം പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ട് ബാക്ടീരിയ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. കോമൺലി ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് റൈസോബിയം ആണ്. റൈസോബിയം ഡിഫറെൻറ്റ് ലെഗ്യൂം പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നൊഡ്യൂൾ ഫോർമേഷൻ നടത്തുന്നുണ്ട്. അടുത്ത കാറ്റഗറിയാണ് നോൺ ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാവും. ഇവിടെ ലെഗ്യൂം പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബാക്ടീരിയത്തിന് കാണപ്പെടുന്നതിനാണ് നോൺ ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൂട്ട്സ് ഓഫ് നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. അതിന് എക്സാമ്പിളാണ് അൾനസ്. അൾനസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ഫ്രാങ്കിയ. അപ്പം ഇതും നിങ്ങൾ ഓർത്തു വെക്കണം. ഈ പ്ലാന്റ്സും അതുപോലെ ഈ പ്ലാന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണെന്നുള്ള കാര്യവും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് ബാക്ടീരിയ, ദാറ്റ് ഈസ് റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ, ഇവരെ രണ്ടുപേരെയും നമുക്ക് സോയിലിൽ ഫ്രീ ലിവിങ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവർ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ, അതായത് ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെയോ നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെയോ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്ക് നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ പറ്റുന്നത്. ദാറ്റ് ഈസ് റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ ആർ ഫ്രീ ലിവിങ് ഇൻ സോയിൽ ബട്ട് ആസ് സിംബയോൺസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. സിംബയോൺസ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് നൊഡ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് റൂട്ട് നൊഡ്യൂൾ ഇൻ സോയാബീൻ. സോയാബീനിൽ എങ്ങനെയാണ് റൂട്ട് നൊഡ്യൂൾ ഫോം ചെയ്യുന്നത് എന്നുള്ള ഡയഗ്രാം ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ സോയാബീൻ എന്ന് പറയുന്നത് ഒരു ലെഗ്യുമിനസ് പ്ലാന്റ് ആണ്. സോ ഇവിടെ നൊഡ്യൂൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് റൈസോബിയം ആണ്. അപ്പം നമുക്ക് ഇതിൽ ഓരോരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അതായത് റൈസോബിയം എന്നത് ഫ്രീ ലിവിങ് ആയിട്ട് സോയിലിൽ കാണാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്. അപ്പം നമുക്ക് ഇവരെ കോമൺ ആയിട്ട് ഈ സോയിലൊക്കെ കാണാൻ പറ്റും. എപ്പോഴെങ്കിലും ഈ റൈസോബിയം ഡിഫറെൻറ്റ് ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ ഇവര് ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ സർഫസിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് റൈസോബിയം ബാക്ടീരിയ കോണ്ടാക്ട് എ സസെപ്റ്റബിൾ റൂട്ട് ഹെയർ ആൻഡ് ഡിവൈഡ് നിയർ ഇറ്റ്. ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു റൂട്ടാണ്. ആ റൂട്ടിൻ്റെ റൂട്ട് ഹെയർസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് സോയിൽ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഈ സോയിൽ പാർട്ടിക്കിൾസിനിടയിലായിട്ട് നമുക്ക് റൈസോബിയം ബാക്ടീരിയകളെ കാണാൻ പറ്റും. അപ്പം ഈ റൈസോബിയം അതിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള, ദാറ്റ് ഈസ് അതിന് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് ഹെയർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ഒരുപാട് റൈസോബിയം ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ റൂട്ട് ഹെയർ ഇൻഫെക്റ്റഡ് ആവുന്നു. അപ്പം റൂട്ട് ഹെയർ ഇൻഫെക്റ്റഡ് ആയതിൻ്റെ ഭാഗമായിട്ട് ഈ റൂട്ട് ഹെയർ ഒന്ന് കേൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് സക്സസ്ഫുൾ ഇൻഫെക്ഷൻ ഓഫ് ദ റൂട്ട് ഹെയർ കോസസ് ഇറ്റ് ടു കേൾ. അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഈ റൂട്ട് ഹെയർ കേൾ ചെയ്യുന്നു, ഒരു ഹുക്ക് പോലെ ഫോം ചെയ്യുന്നു. ഇതിന് ശേഷം ഈ റൂട്ട് ഹെയറിലൂടെ ഈ ബാക്ടീരിയം പ്ലാന്റിന്റെ കോർട്ടെക്സ് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഫെക്റ്റഡ് ത്രെഡ് ക്യാരീസ് ദ ബാക്ടീരിയ ടു ദ ഇന്നർ കോർട്ടെക്സ്. അതായത് റൂട്ട് ഹെയറിൽ ഒരു ഇൻഫെക്ഷസ് ത്രെഡ് ഫോം ചെയ്യുന്നു. ഈ ത്രെഡ് ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല. ഒരു പാത്ത് പോലെ, ഒരു വഴി പോലെ ഒരു ത്രെഡ് ഫോം ചെയ്യുന്നു. ഈ ത്രെഡിനുള്ളിലൂടെയാണ് ഓരോ ബാക്ടീരിയ പ്ലാന്റിന്റെ കോർട്ടെക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ഇമേജിൽ ഇൻഫെക്ഷൻ ത്രെഡ് കണ്ടെയ്നിങ് ബാക്ടീരിയ, ഇത് ഇൻഫെക്ഷൻ ത്രെഡാണ്. ഈ ത്രെഡിൽ ബാക്ടീരിയം കാണാൻ പറ്റും. അങ്ങനെ ഈ ബാക്ടീരിയം ഈ ഇൻഫെക്ഷൻ ത്രെഡ് വഴി ഇന്നർ കോർട്ടെക്സിലേക്കും പെരിസൈക്കിൾ സെൽസിലേക്കും ഒക്കെ എൻ്റർ ചെയ്യുന്നു.
നടക്കുന്നു. ഇങ്ങനെ ഈ ബാക്ടീരിയം പ്ലാന്റിന്റെ കോർട്ടെക്സ് സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർട്ടെക്സ് സെൽസ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഒരു ഏരിയയിലുള്ള സെൽസ് മാത്രം റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഏരിയയിലുള്ള സെൽസ് മാത്രം റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ട് പ്ലാന്റ് റൂട്ടിന്റെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഔട്ട് ഗ്രോത്തിനെയാണ് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ ഇനീഷ്യേറ്റ് ദ നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ദ കോർട്ടെക്സ് ഓഫ് ദി റൂട്ട്. റൂട്ടിന്റെ കോർട്ടെക്സ് ഏരിയയിൽ നിന്നായിട്ട് റാപ്പിഡായിട്ടുള്ള സെൽ ഡിവിഷന്റെ ഭാഗമായിട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ ഔട്ട് ഗ്രോത്തുകളാണ് നമുക്ക് റൂട്ട്സിൽ കാണാൻ പറ്റുന്ന നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം എങ്ങനെയാണ് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ നൊഡ്യൂൾസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നോക്കാം. ഈ നൊഡ്യൂൾസ് ഫോം ചെയ്യാനുള്ള കാരണം ആരാ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. സോ ഡെഫിനറ്റ് ആയിട്ടും ഈ നൊഡ്യൂൾസിന്റെ ഉള്ളിൽ റൈസോബിയം ബാക്ടീരിയത്തിനെ കാണാൻ പറ്റും. പക്ഷേ ഈ നൊഡ്യൂൾസിനുള്ളിൽ വെച്ചിട്ട് ഈ ബാക്ടീരിയത്തിന് കുറച്ച് മോഡിഫിക്കേഷൻസ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ദ ബാക്ടീരിയ ഗെറ്റ് മോഡിഫൈഡ് ഇൻ ടു റോഡ് ഷേപ്ഡ് ബാക്ടീരിയോയിഡ്സ്. ഇവർ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറുന്നു. അതായത് ബാക്ടീരിയകളെല്ലാം തന്നെ ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറുന്നു. ഈ ബാക്ടീരിയോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ തന്നെയാണ്. പക്ഷേ റൈസോബിയം ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിൽ ജീവിക്കുന്ന എയറോബിക് കണ്ടീഷനിൽ കാണാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്. പക്ഷേ ഇവർ നൊഡ്യൂൾസിനുള്ളിൽ എത്തിക്കഴിയുമ്പോൾ അവർ ബാക്ടീരിയോയിഡ് ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആവുന്നു. സോ ബാക്ടീരിയോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഇവരിങ്ങനെ ബാക്ടീരിയോയിഡ് ആയിട്ട് മാറാനുള്ള കാരണം ഇവരിൽ കാണപ്പെടുന്ന ഈ നൈട്രോജിനേസ് എൻസൈമാണ്. നൈട്രോജിനേസ് എൻസൈം എന്ന് പറയുന്നത് മോളിബ്ഡിനം അയോൺ പ്രോട്ടീൻ ആണ്. ആൻഡ് ദേ കാറ്റലൈസസ് ദ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഈ നൈട്രോജിനേസ്. പക്ഷേ ഈ നൈട്രോജിനേസ് എൻസൈമിന് ഒരു കുഴപ്പമുണ്ട്. ദാറ്റ് ഈസ് ഈ നൈട്രോജിനേസ് എൻസൈം എന്ന് പറയുന്നത് മോളിക്കുലാർ ഓക്സിജന്റെ പ്രസൻസിനോട് വളരെ സെൻസിറ്റീവ് ആണ്. എപ്പോഴെങ്കിലും ഓക്സിജൻ ഇവരുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഓക്സിജന്റെ പ്രസൻസിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് നടത്തില്ല. ദാറ്റ് മീൻസ് ഈ നൈട്രോജിനേസ് എൻസൈമിന് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവർ ആക്ടിവേറ്റ് ആവണമെങ്കിൽ അനൈറോബിക് കണ്ടീഷൻ വേണം. ദാറ്റ് മീൻസ് ഓക്സിജൻ ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ മാത്രമേ ഈ നൈട്രോജിനസ് എൻസൈം നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് നടത്തുള്ളൂ. ഓക്സിജൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവർ ഡീആക്ടിവേറ്റ് ആയി പോകും. സോ ദേ ആർ ഹൈലി സെൻസിറ്റീവ് ടു ദി മോളിക്കുലാർ ഓക്സിജൻ. ദേ റിക്വയർ അനൈറോബിക് കണ്ടീഷൻ. അപ്പം ഈ നൈട്രോജിനസ് എൻസൈമിന് ആക്ടിവേറ്റ് ആവുന്നതിന് വേണ്ടി ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ബാക്ടീരിയ ഒരു ബാക്ടീരിയോയിഡ് ആയിട്ട് മാറുന്നത്. അതായത് അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആയിട്ട് മാറുന്നത്. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കണം. ഈ ബാക്ടീരിയ അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആവുക, അതായത് ഈ ബാക്ടീരിയോയിഡ് ആയിട്ട് മാറിയിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ടാ? ഈ ബാക്ടീരിയ ഇപ്പോൾ എവിടെയുള്ളത്? പ്ലാന്റിനുള്ളിലാണുള്ളത്. പ്ലാന്റിന് ഓക്സിജൻ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് വാട്ടർ ദാറ്റ് ഈസ് H2O ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൂടാതെ പ്ലാന്റിന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ. അതുകൊണ്ട് തന്നെ പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഓക്സിജൻ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ നൈട്രോജിനസ് എൻസൈം നൈട്രജൻ ഫിക്സേഷൻ നടത്തുക? അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നൊഡ്യൂൾസിനുള്ളിൽ കാണാൻ പറ്റുന്ന ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ ഓർ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ലെഗ് ഹീമോഗ്ലോബിനെ നിങ്ങൾക്ക് നിങ്ങളുടെ നെയ്ക്കഡ് ഐസിനെ കൊണ്ട് തന്നെ കാണാൻ പറ്റും. ഈ നൊഡ്യൂൾസ് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ പിങ്ക് കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ കാണാൻ പറ്റും. അതിന് കാരണം ഈ ലെഗ് ഹീമോഗ്ലോബിൻ ഓർ ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ ആണ്. അപ്പം ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ബ്ലഡിലൊക്കെ കാണുന്ന ബ്ലഡിന് ആ റെഡ് കളർ കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ളതാണ് ഹീമോഗ്ലോബിൻ. ഇതുകൂടാതെ ഓക്സിജനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നൊഡ്യൂളിന് ഈ റെഡ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നൊഡ്യൂൾസിനുള്ളിൽ കാണാൻ പറ്റുന്ന ഹീമോഗ്ലോബിൻ. അപ്പം ഇത് ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ കാണുന്നത് കൊണ്ട് തന്നെ ഇവരെ ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ ഓർ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നു. ഈ ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് ഈ നൊഡ്യൂൾസിനെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ പോർഷൻ പിങ്ക് ഓർ റെഡ് കളറിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ലെഗ്യുമിനസ് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ആക്ട് ആസ് എ
ഓക്സിജൻ സ്കാവഞ്ചർ. അതായത് ഈ നൊഡ്യൂൾസിന് ഉള്ളിൽ എവിടെയെങ്കിലും ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഓക്സിജനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ ഓക്സിജൻ ഒന്നും നൈട്രോജിനസ് എൻസൈമിൻ്റെ അടുത്ത് എത്താതെ ഈ നൈട്രോജിനസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ഈ ലെഗ് ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ ആൻഡ് പ്രൊട്ടക്ട് നൈട്രോജിനസ് എൻസൈം ഫ്രം ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിനാണ്. അതുപോലെ തന്നെ ലെഗുമിനസ് പ്ലാന്റ്സിൽ അതിൻ്റെ നൊഡ്യൂൾസിന് ഈ റെഡ് കളർ ഓർ പിങ്ക് കളർ കൊടുക്കുന്നതിന് കാരണം ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. അതുകൂടാതെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നതിനാണ്. ഇങ്ങനെ ഈ നൊഡ്യൂൾസിനുള്ളിൽ എവിടെയെങ്കിലും ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഓക്സിജനെയൊക്കെ ക്യാരി ചെയ്ത് നൈട്രോജിനസ് എൻസൈമിന് ഒരു ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈ ലെഗുമിനസ് ഹീമോഗ്ലോബിൻ ഓർ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ലെഗ് ഹീമോഗ്ലോബിൻ എന്ന ടോപ്പിക്. അപ്പം ഒരു മെച്വർ നൊഡ്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാൻ പറ്റും? റൈസോബിയം ബാക്ടീരിയോയിഡായിട്ട് മാറിയിട്ട്, അതായത് അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആയി മാറിയിട്ടുള്ള ബാക്ടീരിയോയിഡ്സിനെ കാണാൻ പറ്റും. ഈ ബാക്ടീരിയോയിഡ്സിന് ഉള്ളിൽ നമുക്ക് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന നൈട്രോജീനസ് എൻസൈം കാണാൻ പറ്റും. പിന്നീട് ഈ നൊഡ്യൂൾസിൽ നൈട്രോജീനസ് എൻസൈമിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെഗ് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനും കാണാൻ പറ്റും. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഡിഫറെന്റ് സോയിൽ ബാക്ടീരിയ നൈട്രോജീനസ് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി അമോണിയ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഒരു പ്രോസസ്സിനെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും 2 രീതിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് നൈട്രജൻ അമോണിയ ആയിട്ട് മാറുമ്പം എത്രത്തോളം എനർജി ആവശ്യമുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ഫോർമുല. ഇവിടെ മോളിക്കുലാർ നൈട്രജന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് H+ അയോൺസിൻ്റെ അഡിഷൻ ആണ് സംഭവിക്കുന്നത്. ഇങ്ങനെ H+ അയോൺസ് ആഡ് ചെയ്തിട്ടാണ് NH3 അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പം എനർജി റിലീസ് ചെയ്യും, റിഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പം എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടും. അപ്പം ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജനെ 2 മോളിക്യൂൾ അമോണിയ ആക്കി മാറ്റുന്നതിന് വേണ്ടി 16 ATP മോളിക്യൂൾസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് N2 plus 8 electron plus 8 H+ ions plus 16 ATP gives 2 NH3 plus H2 plus 6 ADP plus 6 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ATP യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ADP പ്ലസ് IP ആയിട്ട് മാറും. ഇവിടെ 16 ATP ആണ് യൂട്ടിലൈസ് ചെയ്തത്. അപ്പം 16 ADP പ്ലസ് 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് ഈ ATP മോളിക്യൂൾ കൺവേർട്ട് ചെയ്യും. അപ്പം ഇവിടെ ഒരു നൈട്രജൻ മോളിക്യൂളിനെ 2 അമോണിയ ആക്കി മാറ്റുന്നതിന് വേണ്ടി 16 ATP ആണ് ആവശ്യമായിട്ട് വന്നത്. അപ്പം ഒരു അമോണിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ATP ആവശ്യമായിട്ട് വരും? 16ൻ്റെ പകുതി, അതായത് 8 ATP ആണ് ഒരു അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ടോപ്പിക്കിൻ്റെ എൻഡിലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ 8 ATPയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നീട് രണ്ടാമത്തെ രീതിയിൽ ഈ സെയിം റിയാക്ഷനെ നൈട്രോജിനസ് എൻസൈമിൻ്റെ ബേസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് അടുത്തത്. ഇവിടെ എൻസൈം എന്ന് പറയുന്നത് ഏതാ? നൈട്രോജിനസ് എൻസൈം. ഈ നൈട്രോജിനസ് എൻസൈമിന് ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും, അതായത് സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റ്. അതിനാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ എൻസൈം നൈട്രോജിനസ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള N2 മോളിക്യൂള് അറ്റാച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബൈൻഡിങ് ഓഫ് സബ്സ്ട്രേറ്റ്. ഇങ്ങനെ ബൈൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ N2 മോളിക്യൂളിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ഈ റിഡക്ഷൻ 3 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും 2 H+ അയോൺസ് വീതം ആഡ് ചെയ്യപ്പെടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 H+ അയോൺസ് ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും 2 H+ അയോൺസ് ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും 2 H+ അയോൺസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 6 H+ അയോൺസ് ഒരു N2 മോളിക്യൂളിലേക്ക് ആഡ് ചെയ്തിട്ട് 2 NH3 മോളിക്യൂൾ ആവുന്നു. അപ്പം ഇവിടെ റിഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ റിഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? NH3 ഓർ അമോണിയ. അങ്ങനെ അമോണിയ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഈ എൻസൈം എന്ന് പറയുന്നത് വീണ്ടും ഫ്രീ ആയി, അതായത് അതിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഫ്രീ ആയി. ഫ്രീ നൈട്രോജിനസ് ക്യാൻ ബൈൻഡ് അനദർ മോളിക്യൂൾ ഓഫ് നൈട്രജൻ. പിന്നീട് ഈ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ നൈട്രോജിനസ് എൻസൈം അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയാണ് 16 ATP മോളിക്യൂൾസ് യൂസ് ചെയ്യുന്നത്.
ഇങ്ങനെ ഓരോ തവണ ഈ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ടും 16 ATP മോളിക്യൂൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മിനറൽ ന്യൂട്രീഷൻ്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ് ലെഗ് ഹീമോഗ്ലോബിൻ, എന്താണ് നൈട്രോജിനേസ് എൻസൈം എന്ന 2 ടോപ്പിക്കാണ്. ഈ രണ്ടിൻ്റെയും ഫങ്ഷൻസ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഈ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദ നൈട്രോജിനസ് എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ ആർ 2 important compounds related to nitrogen fixation in plants. മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ഈച്ച്. ഈ ലെഗ് ഹീമോഗ്ലോബിൻ്റെയും അതുപോലെ തന്നെ നൈട്രോജിനസ് എൻസൈമിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നൈട്രോജിനസ് എൻസൈം എന്ന് പറയുന്നത് മൊളിബിഡിനം അയൺ പ്രോട്ടീനാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജന് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. നെക്സ്റ്റ് ഈസ് ലെഗ് ഹീമോഗ്ലോബിൻ. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ. ഈ ഓക്സിജൻ സ്കാവഞ്ചർ എന്ന ടേം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് ഈ ഒരു ടേം അങ്ങനെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതി വെക്കാം. നെക്സ്റ്റ് ഈസ് ഇറ്റ് പ്രൊട്ടക്ട് നൈട്രോജിനസ് എൻസൈം ഫ്രം ഓക്സിജൻ. ഓക്സിജനിൽ നിന്ന് നൈട്രോജിനസ് എൻസൈമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലെഗ് ഹീമോഗ്ലോബിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2011 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ആർ ഫൗണ്ട് ടു ബി ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. നെയിം 2 മാക്രോന്യൂട്രിയൻസ്. 2 മാക്രോന്യൂട്രിയൻസിൻ്റെ പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനുള്ള മെമ്മറി ട്രിക്സ് ഒക്കെ ഫസ്റ്റ് മിനറൽ ന്യൂട്രീഷൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും പഠിക്കാം. അപ്പം മാക്രോന്യൂട്രിയൻസിന് നമ്മളെങ്ങനെ ഓർത്ത് വെച്ചിരുന്നത്? ചോപ്സ്കിൻ CAMG. അപ്പം ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, നൈട്രജൻ, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇതിലേതെങ്കിലും 2 മാക്രോന്യൂട്രിയൻസ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഇങ്ങനെ സിമ്പൽ മാത്രം എഴുതുന്നതിന് പകരം മാക്രോന്യൂട്രിയൻസിൻ്റെ പേര് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Next is reduction of nitrogen to ammonia by living organisms is called biological nitrogen fixation. Can you write about one free living nitrogen fixing aerobic microbe? നമ്മളോട് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഫ്രീ ലിവിങ് ആയിട്ടുള്ള എയറോബിക് നൈട്രജൻ ഫിക്സറിന് ഒരു എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാർട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡിഫറെൻറ്റ് എക്സാംസിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഫ്രീ ലിവിങ് ആയിട്ടുള്ള എയറോബിക് നൈട്രജൻ ഫിക്സറിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഒരുപാട് എണ്ണം പഠിച്ചിട്ടുണ്ട്. അസറ്റോബാക്ടർ, ബേജർനിക്ക, സൈനോബാക്ടീരിയ, ദാറ്റ് ഈസ് അനബീന ആൻഡ് നോസ്റ്റോക്ക്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ഈസ് 2011 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ ദ ഗിവൻ ഫ്ലോ ചാർട്ട് ഓഫ് നൈട്രജൻ സൈക്കിൾ റൈറ്റ് ദ നെയിം ഓഫ് ഓർഗാനിസംസ് ഇൻവോൾവ് ഇൻ ദ നമ്പേർഡ് പ്ലേസസ്. ഇതിൽ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ പ്ലേസിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നൈട്രജൻ സൈക്കിളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നൈട്രജൻ ഫിക്സേഷനിലൂടെ നൈട്രജനെ സോയിലിൽ എത്തിക്കുന്നു. ഇവിടെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ് കൊടുത്തത്. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 മൈക്രോബ്സിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ഈസ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള NH3ക്ക് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് NO2 ആയിട്ട് മാറുന്നു, പിന്നീട് NO3 ആയിട്ട് മാറുന്നു. അപ്പം ഈ പ്രോസസ്സിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നൈട്രിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ നൈട്രിഫിക്കേഷന് ടോട്ടൽ 3 മൈക്രോബ്സ് ആണ് ഹെൽപ്പ് ചെയ്തത്. NH3യെ NO2 ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്, അതുപോലെ NO2നെ NO3 ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നൈട്രോബാക്ടർ. അപ്പം നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സും നൈട്രോ എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 മൈക്രോബ്സിനെ നിങ്ങൾ എഴുതുക. അടുത്തത് ഈ നൈട്രേറ്റിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ് ഏതായിരുന്നു? ഇതിനും 2 മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. അപ്പം അതിലേതെങ്കിലും ഒരു മൈക്രോബിൻ്റെ പേര് എഴുതാം. ഈ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ PT എന്ന ടേം വെച്ചിട്ട് ഓർത്ത് വെക്കാം. അടുത്തത് 2011 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കരോട്ടിനോയിഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ ഓഫ് റൂട്ട് നൊഡ്യൂൾസ് ഇൻ പീ പ്ലാന്റ്. കറക്റ്റ് ദിസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കരോട്ടിനോയിഡ് ആണോ റൂട്ട് നോഡ്യൂളിന് പിങ്ക് കളർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നോ, അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. സോ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് ലെഗ് ഹീമോഗ്ലോബിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ ഓഫ് റൂട്ട് നോഡ്യൂൾസ് ഇൻ ദ
പീ പ്ലാന്റ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റൂട്ട് നോഡ്യൂൾ ഈസ് കോൾഡ് ഓക്സിജൻ സ്കാവഞ്ചർ. ജസ്റ്റിഫൈ. ഈ കാണുന്ന പിഗ്മെന്റിനെ ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ വിച്ച് പ്രൊട്ടക്ട് നൈട്രോജിനേസ് എൻസൈം ആൻഡ് ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ. പിന്നീട് 2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ബയോകെമിക്കൽ എസ്സേ ഓഫ് സം plants indicate the presence of gold, vanadium, silicon, etc. But these elements are not considered as essential elements. Comment. ഈ കൊടുത്തിരിക്കുന്ന ഗോൾഡ്, വനേഡിയം, സിലിക്കൺ ഇതിൻ്റെയൊക്കെ പ്രസൻസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണാൻ പറ്റും. പക്ഷേ ഇവരെ ഒന്ന് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൂട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ആണ്. നമ്മൾ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി 3 ക്രൈറ്റീരിയകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ആബ്സല്യൂട്ട്ലി നെസസറി ആയിരിക്കണം, നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെൻറ്റ് ആൻഡ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിക് പ്രോസസ് ഓഫ് എ പ്ലാന്റ്. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ വനേഡിയം, ഗോൾഡ്, സിലിക്കൺ ഇവരൊന്നും തന്നെ ഈ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യാത്തവരായതുകൊണ്ടാണ് ഇവരെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. നെക്സ്റ്റ് 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ആസ് N2 ബട്ട് ഇറ്റ് കനോട്ട് ബി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് ആസ് സച്ച്. So it converted into ammonia, that is NH3, by microorganism and get fixed in the soil. ആദ്യം ചോദിച്ചിരിക്കുന്നത് name the enzyme in the microorganism which help to convert nitrogen into ammonia. നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി മൈക്രോ ഓർഗാനിസംസിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരുന്നു? നൈട്രോജിനേസ്. അടുത്ത പാർട്ട് വാട്ട് ഈസ് ദ റോൾ ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ ഇൻ ദിസ് പ്രോസസ്. അപ്പം ഈ പ്രോസസ്സിൽ ലെഗ് ഹീമോഗ്ലോബിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാ? ഈ നൈട്രോജനസ് എൻസൈമിന് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഓക്സിജൻ്റെ ആബ്സെൻസ് എനൈറോബിക് കണ്ടീഷൻ വേണം. അപ്പം ഈ എനൈറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് ലെഗ് ഹീമോഗ്ലോബിൻ. This leg hemoglobin act as oxygen scavenger and it protect nitrogenase from oxygen. 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അമോണിയ ഈസ് ഫസ്റ്റ് ഓക്സിഡൈസ്ഡ് ടു നൈട്രൈറ്റ് and the nitrite is further oxidized to nitrate. Name the process. Give any one example of a bacterium which is involved in this process. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നൈട്രിഫിക്കേഷൻ ആണ്. നൈട്രജൻ സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പ്രോസസ്സിന് 3 ബാക്ടീരിയാസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അമോണിയനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നൈട്രോസോമോണസ് ആൻഡ് നൈട്രോകോക്കസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതുകൂടാതെ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നൈട്രോബാക്ടർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 3 ബാക്ടീരിയകളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് എഴുതുക. അപ്പം നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ബാക്ടീരിയാസും നൈട്രോ എന്ന വേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഈസ് 2014 ചോദിച്ചിട്ടുള്ളതാണ് ഇഫ് യു കട്ട് through the root nodules of a pea plant you will notice that the central portion is red or pink. വാട്ട് മേക്ക് ദ നൊഡ്യൂൾ പിങ്ക്? നമ്മൾ ഒരു നൊഡ്യൂൾ കട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ സെൻട്രൽ പോർഷൻ ഏത് കളറിലാണ് കണ്ടിരുന്നത്? റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലാണ് കാണുന്നത്. അപ്പം അതങ്ങനെ റെഡ് കളറിലോ പിങ്ക് കളറിലോ കാണാനുള്ള റീസൺ എന്താ? പ്രസൻസ് ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ. ആൻഡ് മെൻഷൻ ദ റോൾ ഓഫ് ദ പിങ്ക് പിഗ്മെന്റ്. ഈ പിങ്ക് പിഗ്മെന്റ് അതായത് ലെഗ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്ത പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ലെഗ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും കൂടി എഴുതുക. പിന്നീട് 2015 ചോദിച്ചിട്ടുള്ളതാണ് even though more than 60 elements are found in different plants all are not essential. Write any 2 criteria for the essentiality of elements. അപ്പം criteria for essentiality of elements നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം the element must be absolutely necessary for a plant and it cannot be replaced by another element. The element must be directly involved in the metabolic process of a plant. ഇത് 3 ആണ് ക്രൈറ്റീരിയ. ഇതിലേതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് എഴുതാം. അടുത്തത് സ്റ്റെപ്പ് ഓഫ് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ ബൈ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആർ ഗിവൺ ബിലോ. ഈ ഒരു ഡയഗ്രം ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. നെയിം ദ കീ എൻസൈം ഇൻ ദാറ്റ് റിയാക്ഷൻ ആൻഡ് പോയിന്റ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കീ എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. അപ്പം ഇതിലുള്ള യൂസ് ചെയ്തിട്ടുള്ള കീ എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻസൈം ഏതായിരുന്നു? നൈട്രോജിനേസ് എൻസൈം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കീ എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. ഈ കീ എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനും തമ്മിലുള്ള
റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, ഈ നൈട്രോജിനേസ് എൻസൈം ആക്ടിവേറ്റ് ആവണമെങ്കിൽ അനൈറോബിക് കണ്ടീഷൻ ആവശ്യമാണ്. അപ്പം ഈ അനൈറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ലെഗ് ഹീമോഗ്ലോബിൻ ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് നൈട്രോജിനേസ് എൻസൈം ഫ്രം ഓക്സിജൻ. നെക്സ്റ്റ് 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അബൌട്ട് 16 elements are found to be needed for the normal growth and development in plants. Mention the 3 important criteria for the essentiality of element and the metallic element forming the structural component of chlorophyll molecule. ഇവിടെ 16 elementsന് നമ്മൾ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇങ്ങനെ ഈ 16 elementsനെ നമ്മളോട് ചോദിച്ചത് ക്രൈറ്റീരിയ ഫോർ ദ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. അപ്പം നമ്മൾ 3 ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ എലമെൻറ്റ് മസ്റ്റ് ബി എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, റോൾ ഓഫ് എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്, നോട്ട് റീപ്ലേസ്ഡ് ബൈ അതർ എലമെൻറ്റ്, ആൻഡ് എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദി പ്ലാന്റ്. ഇത്രയും ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നവരാണ് ഈ 16 elements. അതുകൊണ്ടാണ് ഇവരെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആൻഡ് ദ മെറ്റാലിക് എലമെൻറ്റ് ഫോമിംഗ് ദ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ. ക്ലോറോഫിൽ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലിക് എലമെൻറ്റ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. നമുക്ക് ക്രൈറ്റീരിയ പഠിക്കാനുള്ള ആ ഭാഗത്ത് തന്നെ ഈ ഒരു പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മഗ്നീഷ്യം ആണ് ക്ലോറോഫിൽ മോളിക്യൂളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലിക് എലമെൻറ്റ്. നെക്സ്റ്റ് ഈസ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ റൂട്ട് നോഡ്യൂൾ ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ് കണ്ടെയ്ൻ 2 necessary ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഐഡൻറ്റിഫൈ ദീസ് കോമ്പൗണ്ട്സ്. അപ്പം ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ നോഡ്യൂൾസിൽ നമുക്ക് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 ബയോകെമിക്കൽ കോമ്പൗണ്ട്സിനെ കാണാൻ പറ്റും. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? നൈട്രോജിനസ് എൻസൈം ആൻഡ് ഈ നൈട്രോജിനസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെഗ് ഹീമോഗ്ലോബിൻ. അടുത്തത് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ എലമെന്റ്സ് ഗിവൺ ബിലോ: കോപ്പർ, ഫോസ്ഫറസ്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. ചൂസ് മൈക്രോ എലമെന്റ്സ് ഫ്രം ദ എബോ. ഇതിൽ നിന്ന് മൈക്രോ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒന്നുകിൽ മാക്രോ എലമെൻറ്റ്സ് ഫുൾ കംപ്ലീറ്റ് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് മൈക്രോ എലമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മൈക്രോ എലമെൻറ്റ്സും മാക്രോ എലമെൻറ്റ്സും ഒക്കെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള കുറച്ച് മെമ്മറി ട്രിക്സ് ഞാൻ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്തായാലും എക്സാമിന് മുൻപ് കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇതിൽ മൈക്രോ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കോപ്പർ, ബോറോൺ, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 11th ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഒരു 3 daysനുള്ളിൽ തന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.